തൊണ്ടി മുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരെന്ന് കോടതിയിൽ വിധിച്ചിരുന്നു. ആന്റണി രാജു അതിനുശേഷം ആന്റണിയുടെ ഗവൺമെന്റ് കാലഘട്ടം 2002-ൽ 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 8 പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ കേസ് അന്വേഷിക്കുകയും ഞാൻ നിരപരാധിയാണെന്നും വേറെ ആളുകളാണ് പ്രതിയെന്നും പറഞ്ഞിട്ട് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു 2002-ൽ. ആ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കേസിൽ പൂർണ്ണമായും നിരപരാധിയാണെന്നുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. ആ ആത്മവിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. കോടതികളിൽ നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. അല്ല, പ്രോസിക്യൂഷന്റെ കേസാണല്ലോ വാദിക്കുന്നത്. പ്രതിക്ക് വേണ്ടിയുള്ള കേസ് പ്രതിഭാഗം വക്കീല് വാദിക്കും. കോടതിയാണല്ലോ തീരുമാനം എടുക്കേണ്ടത്. യാതൊരു തെളിവും എനിക്കെതിരെ യാതൊരു തെളിവും ഇല്ല എന്നുള്ളതാണ് എന്റെ ആത്മവിശ്വാസം. അതാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അല്ല, അത് വരട്ടെ, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതാണ് തീർച്ചയായിട്ടും. ഇത് ഉമ്മൻചാണ്ടിയുടെ 2002 ഏക്യാനിയുടെ കാലഘട്ടത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് അന്തിമ റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തിരുന്നു. അത് കോടതി സ്വീകരിച്ചു. 2006-ൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് ഒരു പുനരന്വേഷണം ഓർഡർ ചെയ്ത് പുതിയ ഒരു തെളിവില്ലാതെ 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അന്ന് ആ ഫൈനൽ എനിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ഞാൻ അന്നു മുതൽ കുറ്റപത്രം സമർപ്പിച്ചത് മുതൽ ഒരു ദിവസം പോലും ഞാൻ കോടതിയിൽ ഞാനോ വക്കീലോ ഹാജരാകാതിരുന്നിട്ടില്ല. ഞാൻ അന്നു മുതൽ സമൻസ് കിട്ടി, ജാമ്യമെടുത്തു. അന്നു മുതൽ ഞാൻ കോടതിയിൽ റെഗുലറായിട്ട് ഞാനോ വക്കീലോ ഹാജരാകുന്ന ഒരു കേസാണ്. നിയമത്തിന്റെ വഴിക്ക് പോയി. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നിയമപരമായി നേരിടുകയല്ലാതെ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. വേറെന്താ മാർഗം? നിയമപരമായി നേരിടുകയല്ലാതെ മാർഗമില്ല. നിരപരാധികൾ എത്ര പേര് ശിക്ഷിക്കപ്പെട്ട് ഇന്ന് ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഞാൻ 100% ഈ കേസിൽ നിരപരാധിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉത്തരബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് കൊടുത്തതിനകത്ത് 3 പ്രതികൾ, വേറെ 3 പ്രതികളുടെ പേര് ഹൈക്കോടതി വിജിലൻസ് അന്വേഷിച്ച റിപ്പോർട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നതാണ്. അത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതുപോലെ AKANയുടെ ഭരണകാലത്താണ്, അല്ലാതെ LDFന്റെ ഭരണകാലത്തിൽ. AKANയുടെ ഭരണകാലത്ത് 2002-ൽ 3 ഡിവൈഎസ്പിമാർ, 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ, 2 സബ് ഇൻസ്പെക്ടർമാർ അടങ്ങുന്ന സംഘം അന്വേഷിച്ച് ഞാൻ ഈ കേസിൽ പൂർണ്ണമായി നിരപരാധിയാണെന്നുകൊണ്ട് 2002-ൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതാണ്. അതിനുശേഷം 2005-ൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് 2006-ൽ പൊടുന്നനവേ ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. പുതിയ ഒരു തെളിവുമില്ല, പുതുതായിട്ട് യാതൊരു തെളിവില്ലാത്ത ഇരുന്നിട്ടും ഒരു പുനരന്വേഷണം പ്രഖ്യാപിച്ചു. 3 മാസം കൊണ്ട് കുറ്റപത്രം കൊടുത്തു. അതിന്റെ വിചാരണയിൽ ഞാൻ ഹാജരായി. ഇപ്പോ കോടതി എടുക്കുന്ന എന്ത് തീരുമാനവും ഞാൻ അംഗീകരിക്കും. കോടതിയിലൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്, കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അത് ഇപ്പൊ എന്ത് ചെയ്യാൻ? അതിൽ ഞാൻ പറയുന്നത്, നിരപരാധികളും ചില കാലഘട്ടങ്ങളിൽ ചില കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ചരിത്രമുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഓക്കെ, ശരി. നിരപരാധികളും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് താനെന്ന രീതിയിലുള്ള ന്യായീകരണമാണ് ആന്റണി രാജു MLA നടത്തുന്നത്. പക്ഷേ താൻ ഈ കേസിനെ നിയമപരമായി നേരിടും, നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ആന്റണി രാജു വ്യക്തമാക്കുന്നുണ്ട്. ആന്റണി രാജുവിനെതിരെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി അല്പസമയത്തിനകം ആന്റണി രാജുവിനുള്ള ശിക്ഷ വിധിക്കും. അതായത് ഏകദേശം 3 പതിറ്റാണ്ട് മുൻപ് നടന്ന സംഭവമാണ്. ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. ജീവപര്യന്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ MLA സ്ഥാനം നഷ്ടമാകുന്നതിന് പുറമെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിനും തിരിച്ചടിയായേക്കും. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, ആന്റണി രാജു പറയുന്നത് താൻ കുറ്റം ചെയ്തിട്ടില്ല, നിരപരാധിയാണ്, കോടതിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് നിരപരാധികളും ശിക്ഷിക്കപ്പെട്ട ചരിത്രമൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്ന് പറയുന്നു. ഇവിടെ 2 വർഷത്തിലധികം ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ MLA സ്ഥാനം നഷ്ടമാകും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പ്
അടുത്തിരിക്കെ ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് ആന്റണി രാജുവിൻ്റെ പാർട്ടിക്ക്, ജനാധിപത്യ കേരള കോൺഗ്രസിന് ഉൾപ്പെടെ വലിയൊരു തിരിച്ചടിയാണ് ഈ കോടതി വിധി. എപ്പോൾ കോടതി കേസ് പരിഗണിക്കും? അല്പസമയത്തേക്ക് 2:45 കേസിൽ വിധി പറയാനാണ് സാധ്യത. രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ കോടതിക്ക് ഇതിൽ ജീവപര്യന്തം തടവ് വരെ ശിക്ഷയാവുന്ന കുറ്റം തെളിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ വിധി പറയാൻ കഴിയില്ല എന്ന പ്രോസിക്യൂഷന്റെ ഹർജിയുണ്ട്, ഉപഹർജിയുണ്ട്. അതിൽ അത് തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റണം. ഇത് ജനപ്രതിയായതുകൊണ്ട് പ്രത്യേക കോടതി, ജനപ്രതികളുടെ കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ്. ഇവിടെ ഇതിന് വിധി പറയാനുള്ള അവകാശമില്ല, അധികാരമില്ല എന്നാണ് പ്രോസിക്യൂഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ കേസ് CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതിലാകാം ഒരുപക്ഷെ 2:45 വിധി പറയുക. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും ഇവിടെ ഉണ്ടായിരുന്നു. ആന്റണി രാജു തൊണ്ടി മുതൽ കട്ടെടുത്ത സഖാക്കളാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ബാനർ കൂടി അവർ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ആന്റണി രാജു കയറി പോകുമ്പോഴും ചില മുദ്രാവാക്യങ്ങൾ വിളിച്ച് അദ്ദേഹത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് നിലപാടെടുത്തിരുന്നു. ഏതായാലും ആന്റണി രാജു ഇപ്പോൾ കോടതിക്കുള്ളിലേക്ക് പോയിട്ടുണ്ട്. നിരപരാധികളും ശിക്ഷിക്കപ്പെടാം എന്നാണ് ഒരു അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു പറയുന്നത്. ഈ കേസ് പൂർണ്ണമായ രാഷ്ട്രീയ പ്രേതമെന്ന് അദ്ദേഹം പറയുന്നു. 2005 അന്നത്തെ ആന്റണി സർക്കാരിന്റെ കാലത്ത് അന്വേഷിച്ച് മറ്റു 3 പ്രതികളുണ്ട് എന്ന് വിജിലൻസ് കണ്ടെത്തിയ കേസാണ്. 2006 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വീണ്ടും ഈ കേസ് അന്വേഷിക്കുകയായിരുന്നു. പുനരന്വേഷണത്തിലും പുതിയ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല. പക്ഷേ തന്നെയും മറ്റൊരാളെ മാത്രം പ്രതിയായി കേസെടുക്കുകയായിരുന്നു. പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമായ കേസെന്നാണ് ആന്റണി രാജു പറയുന്നത്. മാത്രമല്ല, നിരപരാധികളും ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒടുവിലത്തെ ഇരയാണ് താനെന്നാണ് മുതിർന്ന ഒരു തിരുവനന്തപുരം വഞ്ചൂർ ബാറിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷക ഒരാൾ കൂടിയാണ് ആന്റണി രാജു. ജനപ്രതിനിധി അപ്പുറത്തേക്ക് ഒരു പ്രമുഖ അഭിഭാഷകൻ കൂടി. അദ്ദേഹം തന്നെ പറയുന്നു, കോടതികളിൽ കേസുകൾ വരുമ്പോൾ നിരപരാധികളും ശിക്ഷിക്കപ്പെടും, അതിന്റെ അവസാന ഇരയാണ് താനെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ വിധിന്യായം കേൾക്കാൻ കോടതിക്കുള്ളിലേക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം, ഇത് രാഷ്ട്രീയ കേസായി സ്വാഭാവികമായി അദ്ദേഹം ഒരു MLA ആയതുകൊണ്ട് രാഷ്ട്രീയമായുള്ള ആരോപണങ്ങളാണ് കൂടുതൽ വരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അഭിഭാഷക വൃത്തിയിലെ അധാർമികതയ്ക്ക് തെളിവായി കൂടിയുള്ള ഒരു കേസായി ഇതിനെ കാണണം. കാരണം ഒരു അഭിഭാഷകൻ തന്റെ കക്ഷിയെ രക്ഷിക്കാൻ എന്ത് അധാർമികതയ്ക്കും വൃത്തികേടിനും ശ്രമിക്കുമെന്നതിന് തെളിവായി കൂടി കേസിനെ കാണേണ്ടതുണ്ട്. ആ രീതിയിലാണ് ആന്റണി രാജു കേസിൽ പ്രതിയാകുന്നത്. അതിന് കോടതി ജീവനക്കാരനും കൂട്ടുനിന്നു. ഒരു പ്രതിയെ രക്ഷിക്കാൻ തൊണ്ടി മുതൽ മാറ്റുന്നു. അത് കൃത്രിമം നടത്തി കോടതി ഈ പ്രതിയുടെ സ്വകാര്യ വസ്തുക്കൾ വിട്ടുകൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ അതിന്റെ മറവിൽ ഇയാളുടെ അടിവസ്ത്രം, ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലായ ഇയാൾ അടിവസ്ത്രത്തിൽ ഹെറോയിൻ ഓയിൽ കടത്തിയാണ് വന്നത്. ആ അടിവസ്ത്രം തന്നെ മാറ്റി, അതിന്റെ അളവ് മാറ്റി, ഇയാൾക്കത് പാകമല്ല എന്ന് കോടതിയിൽ തെളിയിക്കാൻ ഹൈക്കോടതിയിൽ കേസ് പോകുമ്പോൾ അതിന്റെ ഭാഗമായാണ് ഈ കേസ് അയാൾ മാറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ അഭിഭാഷക വൃത്തിയിലെ ഒരു അധാർമികത തെളിവായി കൂടി അതിനെ കാണേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഏതായാലും കോടതി ഇപ്പോൾ ആന്റണി രാജുവും കൂട്ടുപ്രതി ജോസും കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവരുടെ ശിക്ഷ ഒരുപക്ഷെ ഉടൻ വിധിച്ചേക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഈ കേസിലെ വിധി, അതായത് ഇവിടെ വിധി പറയാൻ കഴിയില്ല, അതിനുള്ള അധികാരം ഈ കോടതിക്ക് ഇല്ല എന്ന ഉപഹർജിയുടെ വിധി കോടതി പറഞ്ഞേക്കാം. അങ്ങനെ